എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുന്ധതിയും മഹേഷിനെയും പൊളിച്ചെടുക്കുന്നുണ്ട് പ്രിയ. അതോടൊപ്പം തന്നെ അരുന്ധതിയോടും മഹേന്ദ്രനോടും വന്ന് വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് ഗൗതവും നന്ദയും. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയയുടെ അടുത്ത് നന്ദയും ഗൗതവും വന്ന് അവരുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പ്രിയയുടെ വസ്തുവിന്റെ. പക്ഷേ ഈ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പ്രിയ തന്റെ മനസ്സുള്ള കാര്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയുന്നുണ്ട്. ചിഞ്ചുമോളെക്കുറിച്ച്, ചിഞ്ചുമോളെ അവരുടെ അച്ഛനും അമ്മയ്ക്കും എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടക്കില്ല. ആ കല്യാണത്തിന് ഈ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് പറയും ഇന്ത്യവരത്തുള്ളവര്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു, പ്രിയേച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? പ്രിയേച്ചിയെ തീരുമാനം എടുക്കണ്ടേ? ഈ 6-7 വർഷം പ്രിയേച്ചിയാണ് ഇവിടെ നരകയാതന അനുഭവിച്ച് കിടന്നിരുന്നത്. അപ്പൊ പ്രിയേച്ചി തീരുമാനിക്കണം, ഇനിയിപ്പോ പ്രിയേച്ചിയും വസന്ത് ഡോക്ടറുടെ കല്യാണം നടക്കണോ വേണ്ടയോന്ന് ഇന്ത്യവരത്തുള്ളവരല്ല തീരുമാനിക്കേണ്ടത്. ഇനിയിപ്പോൾ ചിഞ്ചുമോളുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കേണ്ട സമയത്ത് നടക്കേണ്ട രീതിയിൽ നടന്നോളും. ചിഞ്ചുമോളെ കുറിച്ച് ഓർത്ത് ചേച്ചി ഒരു കാര്യത്താലും വിഷമിക്കണ്ട കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞാൽ പ്രിയയ്ക്ക് ഒരു സംശയമായി. അപ്പൊ ചിഞ്ചുമോളെ അതിന്റെ യഥാർത്ഥ അവകാശികളെ വന്ന് കൊണ്ടുപോയില്ലെന്ന് ചോദിക്കുകയാണ്. നന്ദ പെട്ടെന്ന് പറഞ്ഞു, അതിന് കുറച്ച് താമസം എടുക്കും പ്രിയേച്ചി, അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ കൊണ്ടുപോകാൻ പോകുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാ. ചിഞ്ചുമോളുടെ അമ്മയെന്ന് അവകാശപ്പെടുന്ന അവർക്ക്. അപ്പൊ അവരുടെ കൈകളിലേക്ക് ചിഞ്ചുമോളെ പെട്ടെന്ന് വെച്ചു കൊടുക്കാൻ പറ്റുമോ? ചേച്ചി ഒന്ന് ഓർത്തു നോക്കിയേ, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ചിഞ്ചുമോളുടെ ഭാവി തന്നെ അപകടത്തിലായി പോവുകയല്ലേ. അത്രയും നല്ലൊരു പൊന്നുമോള്, അതിനെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? വസന്ത് ഡോക്ടർക്കും ഇന്നലെ കണ്ട എനിക്ക് വരെ ചിഞ്ചുമോളെ കുറിച്ച് ഓർത്ത് വിഷമ. അപ്പൊ പിന്നെ വസന്ത് ഡോക്ടറുടെ കാര്യം പറയാനുണ്ടോ? പ്രിയേച്ചി ധൈര്യമായിട്ടിരിക്കുക, പ്രിയേച്ചി കല്യാണം നടന്നാൽ പോരെ. ചിഞ്ചുമോളൊരു ബാധ്യമാവുകയും ചെയ്തു. ഞാൻ ഉറപ്പ് തരുമോ നന്ദ, ഒരിക്കലും ചിഞ്ചുമോള് പ്രിയേച്ചിക്ക് ഒരു ബാധ്യമാവില്ല. ചിഞ്ചുമോളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഒരു ദിവസം പ്രിയേച്ചി അറിയൂന്ന് പറയണം. പ്രിയ ചോദിച്ചു, എന്താ നന്ദ നീ അങ്ങനെ പറഞ്ഞു? ഒന്നുമില്ല പ്രിയേച്ചി, ഞാൻ പറഞ്ഞുള്ളൂ. പിന്നീട് ഗൗതം പറഞ്ഞു, പ്രിയേച്ചി എത്രയും പെട്ടെന്ന് വസന്ത് ഡോക്ടറെ പോയി കാണണം. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണം, സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പ്രിയ പറഞ്ഞു, ഞാൻ പോയി സംസാരിക്കാം. ഇനിയിപ്പം ഞാനായിട്ട് ഒന്നും മുടക്കുന്നില്ല, അയാളുടെ ഉള്ളിലുള്ള എന്താണെന്ന് അറിയട്ടെ, അതിനുശേഷം മതി എന്ന് പറഞ്ഞാണ് വിവാഹം. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹിനി അരുന്ധതിയും മഹേശ്വരനും ഭയങ്കര ചർച്ചയിലായിരുന്നു. മോഹിനി പറഞ്ഞു, ഗൗതം വന്ന് വെല്ലുവിളിച്ചിട്ടാ പോയേക്ക് നീ കല്യാണം നടത്തുമെന്ന്. അവൻ ഈ കല്യാണമായിട്ട് മുന്നോട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു കാരണവശാലും ഈ വിവാഹം നടക്കില്ലെന്ന് പറയാണ്. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പാടുണ്ടോ വല്യച്ച? കല്യാണം നടത്താനായിട്ട് ഗൗതം തീരുമാനിച്ചിട്ട് അവൻ നടത്തിയിരിക്കും. കാരണം ഒരു IPS കാരന് ഒരു കല്യാണം നടത്താനാണോ ബുദ്ധിമുട്ട്? അതുകൊണ്ട് ഗൗതത്തിന്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം. അതുകൊണ്ടേക്കാളും ഭേദം ആ കല്യാണം അങ്ങോട്ട് നടത്തി കൊടുക്കുന്നല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ്. പ്രിയേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ വസന്ത് ഡോക്ടറുമായിട്ടുള്ള കല്യാണം നടക്കട്ടെ എന്ന് പറയാം. മഹേഷിന് ഇത് കേട്ടം പറഞ്ഞു, നീ എന്താഞ്ഞിട്ടാ പിങ്കി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു കാരണവശാലും ഈ വിവാഹം നടന്നുകൂടാ, ഈ വിവാഹം മുടങ്ങണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് നീ പറ, അത് ഇനി നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പൊ പിങ്കി പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും കുതന്ത്രം പ്രയോഗിച്ചാൽ മാത്രമേ ഈ കല്യാണം മുടങ്ങുള്ളൂ എന്ന് പറയാണ്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് ഗൗതവും നന്ദയും വരുന്നുണ്ട്. അപ്പൊ ഗൗതത്തിനെ കണ്ടുപിടുന്നതിന് അരുന്ധതി പറഞ്ഞു, അല്ല ചിഞ്ചുമോളുടെ കാര്യം വരെ തീരുമാനമായോ? നീ പ്രിയയുടെയും വസന്തയുടെയും കല്യാണം നടത്താനായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അല്ല, ചിഞ്ചുമോളുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് മതി അവർ തമ്മിലുള്ള കല്യാണം എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗൗതം നല്ല ദേഷ്യം വന്നു. പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഗൗതം പറഞ്ഞു, ചിഞ്ചുമോളുടെ കാര്യത്തിലൊക്കെ തീരുമാനം ആയിക്കോളാം, അവരുടെ യഥാർത്ഥ അവകാശികൾ തന്നെ കൊണ്ടുപോയിക്കോളും. പക്ഷേ ഈ കല്യാണം ഒരു കാരണവശാലും മുടങ്ങില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും മുടക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് വെറുതെ അവരുടെ മനസ്സിൽ ഇരിക്കത്തുള്ളൂ. ഞാൻ മുന്നിട്ടിറങ്ങി, ഈ ഗൗതം മഹേശ്വർ തന്നെ മുന്നിട്ടിറങ്ങി കല്യാണം നടത്തുമെന്ന് പറയണം. അത് അരുന്ധതിക്കും മഹേശ്വരനും ഒക്കെ ഏറ്റവും വലിയ പ്രഹരം വരുന്നത്. ഗൗതം നീ എന്തുദ്ദേശം എങ്ങനെ പറയണേ? നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. വല്യച്ഛനെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നാണ് അവനെന്ന് പറയണേ. ദേ വല്യമ്മ വെറുതെ ഉള്ള കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ. അതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാണ് ഇവിടെ വസന്ത് ഡോക്ടർ വന്നിട്ട്. അത് നമുക്ക് മനസ്സിലാകാൻ ചെയ്താ പിന്നെ വെറുതെ കണ്ണടച്ച് എന്താ വല്യമ്മ ഇരുട്ടാക്കണേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ അരുന്ധതിക്ക് മനസ്സിലായി, സത്യങ്ങളൊക്കെ ഇവൻ അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവനോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ല, എന്തേലും മാർഗം കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. പിന്നീട് നന്ദ പറഞ്ഞു, ഇനിയിപ്പോൾ ആർക്കാ ഈ കല്യാണം മുടക്കണമെന്നത് നിർബന്ധം? നിങ്ങളല്ലേ വാക്ക് പറഞ്ഞത് ചിഞ്ചുമോളെ കൈമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കാന്ന്. വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്ക് മാറുന്ന ഇന്ത്യവരൻ തറവാട്ടി പിറന്നവർക്ക് ചേരുന്ന പണിയല്ല എന്ന് പറയണം. മഹേശ്വരൻ ഏറ്റ കനത്ത ഒരു പ്രഹരം വരുന്നത്.
അതുകൊണ്ട് നന്ദ പറഞ്ഞു, ഈ കല്യാണം മുടക്കാനായിട്ട് ഇവിടെ പലർക്കും പല ഉദ്ദേശങ്ങളും കാണും. പക്ഷെ അതൊക്കെ മനസ്സ് വെച്ചുകൊണ്ടിരുന്നാൽ മതി. ഗൗതം സാറിനൊപ്പം ഞാൻ കട്ടയ്ക്ക് നിൽക്കും. ഞാനും ഗൗതം സാറും കൂടെ കൂട്ട് പ്രിയേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ പ്രിയേച്ചിനെയും വസന്ത് ഡോക്ടറും കല്യാണം തമ്മിൽ നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. മുഖത്ത് അടിയേറ്റവരെ പോയി അരുന്ധതിക്ക്. അരുന്ധതി ഇത്രയ്ക്കും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. പിന്നീട് അരുന്ധതി പറഞ്ഞു, ഈ കല്യാണം മുടക്കണം പിങ്കി, എത്രയും പെട്ടെന്ന് തന്നെ ഇത് മുടക്കണം. ഇതുമായിട്ട് ഒരു കാരണവശാലും അവർ മുന്നോട്ട് പോകരുത്. അത് നമുക്ക് ആപത്താന്ന് പറയാണ്. പിങ്കിക്ക് പക്ഷെ മനസ്സിലായില്ല എന്തുകൊണ്ട് അവർ ഈ കല്യാണം മുടക്കാനായിട്ട് ഇത്രമാത്രം കിടന്ന് തന്ത്രപ്പാട് പെടുന്നത്. എന്തെങ്കിലും രഹസ്യനാഥം ഒളിഞ്ഞിരിപ്പുണ്ടോ പറയാൻ പറ്റില്ല. ഇവരായതുകൊണ്ട് ഇവരുടെ സ്വഭാവം ആയതുകൊണ്ട് നമുക്ക് ഇവരെ വിശ്വസിച്ചുകൂടാ എന്നൊരു കാര്യം കൂടെ പിങ്കിയുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് പിങ്കി പറഞ്ഞ്, കല്യാണം മുടക്കാനൊക്കെ എളുപ്പമാണ്, നമുക്കതിന് വഴിയുണ്ടെന്ന് പറയാണ്. പിന്നീട് പിങ്കി ആ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, കല്യാണം മുടക്കാനുള്ള വഴിയെക്കുറിച്ചൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞ് പരുന്ത് മോള് പറഞ്ഞ് 100% ശരിയാ. ഈ ഒരു കാര്യം മതി പിങ്കി, അവരുടെ കല്യാണം മുടങ്ങാനായിട്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ആ കല്യാണം അങ്ങോട്ട് മുടക്കണമെന്ന് പറയാണ്. ഈ സമയത്ത് ഗൗതമിൻ്റെ അടുത്തേക്ക് നന്ദ വരുന്നുണ്ട്. നന്ദ പറഞ്ഞു ചോദിച്ചു, അതേ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്ന് ചോദിക്കുകയാണ്. ഗൗതം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇല്ലാത്തേ? ഇനി പ്രിയേച്ചി സത്യങ്ങളൊക്കെ അറിയണം. പ്രിയേച്ചിയോട് പറയാൻ നിർത്തി ഞാൻ ചെന്നാ, പക്ഷെ എനിക്കെന്തോ പ്രിയേച്ചിയുടെ മുഖത്ത് നോക്കിയാൽ അത് പറയാൻ ബുദ്ധിമുട്ട്. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് പ്രിയേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റില്ല. ഒരുപക്ഷെ പ്രിയേച്ചിയുടെ മാനസിക നില പോലെ തകരാറിലായി പോവും. അതുകൊണ്ട് ഇപ്പം അത് പറയണം നന്ദേന്ന് ചോദിക്കണം. നന്ദ പറഞ്ഞത് പറയാതിരുന്നാലേ ഏറ്റവും പ്രശ്നം. പ്രിയേച്ചിക്ക് സ്വന്തം കുഞ്ഞാന്ന് അറിയാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള, ലാളിക്കാനുള്ള എത്രയോ കാലങ്ങളായി പ്രിയേച്ചി കൊതിയോടെ കാത്തിരിക്കുന്നതെന്നറിയാവോ. തൻ്റെ മോള് മരിച്ചിട്ടില്ലെന്ന് എപ്പോഴും പ്രിയേച്ചി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയേച്ചിയുടെ ഉള്ളിലൊരു പെറ്റമ്മയല്ലേ. പ്രിയേച്ചിക്ക് അറിയായിരിക്കും പ്രിയേച്ചിയുടെ കുഞ്ഞിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെയാന്ന് പ്രിയേച്ചി പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഗൗതം സാറ്. അതുകൊണ്ട് പ്രിയേച്ചിക്ക് ഈ വാർത്ത അറിഞ്ഞപ്പോൾ സന്തോഷമായിരിക്കും എന്ന് പറയാണ്. അതിനുമുമ്പ് പ്രിയേച്ചിയും വസന്ത് ഡോക്ടറും തമ്മിൽ നിന്ന് കാണട്ടെ, അവർ തമ്മിൽ സംസാരിക്കട്ടെ, സംസാരിച്ച് അവരുടെ മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളും എല്ലാം അവർ പറഞ്ഞു തീർക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഗൗതം ശരിയാ നന്ദ പറഞ്ഞ കാര്യം. അവർ തമ്മിൽ സംസാരിച്ചാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരുവുള്ളൂ. അതുകൊണ്ട് അവരെത്രയും പെട്ടെന്ന് കണ്ട് സംസാരിക്കണം. അതിന് നമ്മളായിട്ട് ഒരവസരം ഒരിക്കൽ കൊടുക്കണമെന്ന് പറയാണ്. പിന്നീട് പ്രിയയുടെ മുറിയിലേക്ക് നന്ദ ചെല്ലുന്നുണ്ട്. നന്ദ എന്നിട്ട് പറഞ്ഞു, പ്രിയേച്ചി ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയേച്ചിക്ക് സങ്കടമാണെന്ന് ചോദിച്ചു. എന്താ? അല്ല, വസന്ത് ഡോക്ടറെ പ്രിയേച്ചി ഒന്ന് പോയി കാണണം, നിങ്ങൾ തമ്മിൽ കുറച്ച് സംസാരിക്കണമെന്ന് പറയാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല എന്താന്ന് പറയാണ്. അല്ല, നിങ്ങൾ തമ്മിൽ ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ, ഉടനെ തന്നെ എന്താണെങ്കിലും കല്യാണം ഉണ്ടാകും. അപ്പം അതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു തീർക്കണം, എന്നിട്ട് വേണം നിങ്ങളുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാനെന്ന് പറയാണ്. അതപ്പം പ്രിയ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ നന്ദേ, എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ മുഖത്തും ഫേസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിഞ്ചുമോള് വന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു നന്ദ. ചിഞ്ചുമോളെ കാണാൻ പോകണമല്ലോ. അങ്ങനെ ചിഞ്ചുമോളെ കാണാനായിട്ട് ചെല്ലുവാണ്. ചിഞ്ചുമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വാരി എടുത്ത് ഉമ്മ കൊടുക്കുന്നത്. കുറേ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചോണ്ടാ പോന്നേ. എന്നിട്ട് ചിഞ്ചുമോള് ചോദിച്ചു, അല്ല ആൻറ്റിനെ ഇത്ര ദിവസമായിട്ട് കണ്ടില്ല, ആൻറ്റി എന്നാ ചിഞ്ചുമോളുടെ അടുത്തേക്ക് വരാത്തേന്ന് ചോദിക്കുകയാണ്. അത് ചിഞ്ചുമോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ വരാത്തേ, എന്നാലും സങ്കടമായിരുന്നു കേട്ടോ, എനിക്ക് ആൻറ്റീനെ കാണാൻ കൊതിയായിരുന്നു പറയാണ്. അല്ല, ചിഞ്ചുമോൾ എവിടെ പോയതായിരുന്നു? അതേ, ചിഞ്ചുമോൾക്ക് മരുന്ന് മേടിക്കാൻ പോയതായിരുന്നു. ചിഞ്ചുമോൾക്ക് ശ്വാസം മുട്ടലിന് വലിയ ഓപ്പറേഷനൊക്കെ ചെയ്തു, ഇനി കുഴപ്പമില്ലെന്നാ ഡോക്ടർ അങ്കിൾ പറഞ്ഞതെന്ന് പറയാണ്. ആ സമയത്ത് ചിഞ്ചുമോളുടെ സംസാരമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു ഫീൽ ചെയ്തേ. തൻ്റെ പ്രിയേച്ചിയുടെ കുഞ്ഞ് ഇന്ത്യവരത്തിൽ ഓടിക്കളിച്ച് നടക്കുന്നവളായിരുന്നു ഇവള്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അങ്ങനെ ഒരു ചിന്തയൊക്കെ നന്ദയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് വസന്ത് ഡോക്ടറെ പോയി കാണുന്നുണ്ട്. വസന്ത് ഡോക്ടർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, പ്രിയേച്ചിയോട് ഞങ്ങൾ സംസാരിച്ച് ഓക്കെ ആക്കിയിട്ടുണ്ട്, ഇനി നിങ്ങൾ രണ്ടും തമ്മിൽ സംസാരിക്കണം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കണമെന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ വസന്ത് ഡോക്ടർ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രിയയോട് ഇപ്പോഴും ഒരു ദേഷ്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, എനിക്കറിയാം എൻ്റെ പ്രിയാനെ, ഞാൻ ഇത്രയും കാലം അവൾക്ക് വേണ്ടിയിട്ടല്ലേ കാത്തിരുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പറഞ്ഞു, ശരിയാ, എന്നാൽ എത്രയും പെട്ടെന്ന് പ്രിയേച്ചിനെ കാണണമെന്ന് പറയാണ്. പിന്നീടാണ് നന്ദ അവിടുന്ന് പോരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുത്തു. ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, താന് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ തൻ്റെ ജീവിതം ഇനിയും അവതാളത്തിലാവുമെന്ന് മനസ്സിലായി. അങ്ങനെ പ്രിയ നേരെ ഹാളിലേക്ക് ചെല്ലുന്ന സമയത്താണ് അവിടെ എല്ലാവരും കൂടെ ഭയങ്കര ചർച്ചയിലായിരുന്നു. മോഹിനിയും അരുന്ധതിയും മഹേഷിനും എല്ലാവരും ഉണ്ട്. അപ്പോൾ പ്രിയയുടെ കല്യാണത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രിയയോട് ചോദിച്ചു, പ്രിയയുടെ തീരുമാനം എന്താ? ചിഞ്ചുമോളെ ഒഴിവാക്കുവാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ കല്യാണം നടത്തരാമെന്ന് ഞാൻ വാക്ക് തന്നിട്ടുണ്ട്, ആ വാക്കിന് മാറ്റമില്ല, പക്ഷേ ചിഞ്ചുമോളെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയയ്ക്ക് ദേഷ്യം വന്നു. പ്രിയ പറഞ്ഞു, നിങ്ങളത് ചിഞ്ചുമോളെ ഒഴിവാക്കുന്ന കാര്യം പറയണേ, ചിഞ്ചുമോളെ ഒഴിവാക്കാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലോ? അവള് ഞങ്ങളുടെ കൂടെ വളരട്ടെ, അവൾ ഞങ്ങളുടെ ഒപ്പം വളരുന്നതാണ് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, പിന്നെ അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്.
അരുന്ധതി പറഞ്ഞു മോളെ അതെല്ലാം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പിന്നീടൊരു ബാധ്യമാവെന്ന് പറയും ചിഞ്ചുമോൾ. എന്ത് ബാധ? ഒരു ബാധ്യയാവാൻ പോകുന്നില്ലമ്മേ. ഇത്രയും കാലം നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വസന്തിന്റെ അടുത്തുനിന്ന് മാറ്റി നിർത്തി. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അടുത്ത ചിഞ്ചുമോളുമായിട്ടുള്ള പ്രശ്നമായിരിക്കും അല്ലേ? ഈ കല്യാണം നടത്താതിരിക്കാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന ഓരോ കഥകളല്ലേ ഇത്? ഇനിയും ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഇവിടെ ഇരിക്കണോ അല്ലേ? ഇത് കേട്ടപ്പോൾ അരുന്ധതി പറഞ്ഞു മോളെ ആ ചിഞ്ചുമോൾ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ നാണക്കിടന്ന് ഓർത്ത് വയ്ക്കേ. നീ വീണ്ടും അങ്ങോട്ട് ചെല്ലുമ്പോൾ നാട്ടുകാരൊക്കെ അതും ഇതുമൊക്കെ പറയും. അത് വസന്തിന്റെ കുഞ്ഞാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ മോൾക്ക് കുഴപ്പമില്ല, പക്ഷെ നാളെ മോൾക്ക് അത് നാണക്കേടാവുമെന്ന് പറയുവാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലമ്മേ, എനിക്ക് പ്രശ്നമില്ല. പിന്നെ നാട്ടുകാർക്കാണോ കുഴപ്പം? അല്ലെങ്കിലും ഈ 6-7 വർഷക്കാലം എൻ്റെ ജീവിതം ഈ നരകത്തിലിട്ട് നരകയാതന അനുഭവിച്ച് നിങ്ങൾ കുറച്ച് പേര് ചേർന്ന അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇനി എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറയുവാണ്. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു ഞാനെങ്ങനെ ഉദ്ദേശിച്ചല്ല മോളെ, നിന്റെ നല്ല ഭാവിയെ കരുതിയിട്ടാ. നിനക്ക് ഇനിയെങ്കിലും നല്ല ജീവിതം കിട്ടണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയാണ്. എൻ്റെ കാര്യത്തിൽ കൂടുതൽ അമ്മ കെയർ ചെയ്യണ്ട. എനിക്കറിയാം അമ്മയുടെ സ്വഭാവം എന്നത് അമ്മ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഈ ഇന്നും ഇന്നലെയല്ലേ കാണുന്നേ, അമ്മേനെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. പോരാത്തിന് ഈ 7 വർഷമായിട്ട് ഈ മുറി കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അതുകൊണ്ട് ഇനി അമ്മ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അരുന്ധതിക്ക് മനസ്സിലായി തങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും പ്രിയ സമ്മതിക്കാൻ പോകുന്നില്ല. പ്രിയ അങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പ്രിയ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അരുന്ധതി പറഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യും മഹേശ്വര? എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേ പറ്റുള്ളൂ. പ്രിയയുടെ മനസ്സ് മാറി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം. ഈ സമയം പിങ്കി പറഞ്ഞു ഇനിയിപ്പം ഞാൻ പറഞ്ഞ ഐഡിയാസോ വർക്കൗട്ട് ആവുള്ളൂ ബില്ലിമേ. എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പ്രിയേച്ചിയും ഡോക്ടർ വസന്ത് തമ്മിൽ ഒന്നിക്കും. മഹേശൻ വല്യച്ഛൻ പറഞ്ഞ കണക്ക് അവർ രണ്ടുപേരും ഒന്നിക്കുന്നത് ഈ കുടുംബത്തിന് നാണക്കേടാണെങ്കിൽ അവർ രണ്ടും ഒന്നിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ പിങ്കി ആ കുതന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അവർ രണ്ടുപേരും അകറ്റാനുള്ള ആ തന്ത്രങ്ങളൊക്കെ. അതിൻ്റെ വിശേഷങ്ങൾ എന്ന് കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രമോ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വിശേഷം വരുമ്പം അപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ട് അതും കൂടെ ഉൾപ്പെടുത്തിക്കിട്ട് ഞാൻ വൈകുന്നേരം പറയാട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോട് നിർത്തുന്നു. നന്ദി.